കൊല്ലം പുനലൂരിലെ ദുരൂഹ കൊലപാതകത്തിൽ തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. മൃതദേഹത്തിൽ ബന്ധിച്ച ചങ്ങല കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞിരുന്നില്ല. സുജിത് സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി. സുജിത്ത്, ഒരു അജ്ഞാത മൃതദേഹം കിട്ടി, അതിൽ ചങ്ങല ബന്ധിച്ചിട്ടുണ്ട്, ഒപ്പം തന്നെ കാലിന് വൈകല്യമുള്ളതാണ്, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ പുറത്തു വന്നു. പുരുഷന്റേതാണ് മൃതദേഹം എന്നൊക്കെ. അപ്പോൾ ഇത് തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള കാര്യം എന്താണ് അന്വേഷണം? അനുജ, ഈ പ്രദേശത്ത് കൂടുതലായും തമിഴ്നാട്ടിൽ നിന്നുള്ള വാഹനങ്ങളൊക്കെ എത്തുകയും അവരവിടെ വിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്നും ഒരുപക്ഷെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾ തന്നെ ആകാം എന്നുള്ള, ഈ കൊല്ലപ്പെട്ടതും കൊലപാതകയും തമിഴ്നാട്ടുകാർ തന്നെ ആകാം എന്നുള്ള ഒരു വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള അതുകൊണ്ടാണ് അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഈ പ്രതിയെ ഈ കൊല്ലപ്പെട്ടയാളെ മരത്തിൽ ബന്ധിപ്പിച്ചിരുന്ന ചങ്ങല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ ചങ്ങല സാധാരണ രീതിയിൽ വാഹനങ്ങളും മറ്റും വ്യാപാര സ്ഥാപനങ്ങളിലേക്കൊക്കെ കടക്കാതിരിക്കാൻ വേണ്ടി സ്ഥാപിക്കുന്ന ഒരു ചങ്ങലയാണെന്നാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചങ്ങലയുടെ ചിത്രം ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ വാട്സാപ്പിൽ പ്രചരിപ്പിക്കുകയാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സ്ഥാപനത്തിലെ ചങ്ങല ഇതുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത്. അങ്ങനെയുള്ളവർ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് അറിയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത് എടുത്ത ആളെ കണ്ടെത്തി കൊലപാതകയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളൊരു സൂചനയാണ് പോലീസിനുള്ളത്. ഏതായാലും ഇത്തരത്തിലൊക്കെ തന്നെ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ഡ്രോൺ പറത്തി ഉൾപ്പെടെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. 6 സംഘങ്ങളായി തിരിഞ്ഞാണ് തമിഴ്നാട്ടിൽ പോലീസ് 20 അംഗ സംഘമാണ് അന്വേഷണത്തിലുള്ളത്. അവർ അന്വേഷണം നടത്തുന്നത്. ഏതായാലും പ്രതികളിലേക്ക് എത്രയും വേഗം എത്തിച്ചേരാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോലീസ് എത്തുന്നത്. പക്ഷേ ഇപ്പോഴും പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അനുജ, കൊല്ലം പുനലൂരിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയതിലാണ് പോലീസിന്റെ അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.